അകലെയൊരു നാട്ടിൽ തെരുവു കത്തുന്നു, വെടിയൊച്ചകൾക്കിടയിലേതോ ഒരു കുഞ്ഞിൻ കരച്ചിൽ. കൈകൾ നീട്ടുന്നു, കാലിടറി വീഴുന്നു, കല്ലല്ല മുള്ളല്ല മനുഷ്യജന്മങ്ങൾ. മുന്നിലൊരഗ്നിപർവ്വതം, മണ്ണിലൊരു ചോരച്ചാൽ. യുദ്ധം യുദ്ധമെന്നൊരു കൂട്ടർ, രക്ഷ രക്ഷയെന്ന് മറുകൂട്ടർ. പ്രിയരെ, യുദ്ധം കൊണ്ട് നമ്മൾക്കൊന്നും തന്നെ നേടിയെടുക്കാനാവില്ല. യുദ്ധം മനുഷ്യൻ്റെ സമാധാനമാണ് ഇല്ലാതാക്കുന്നത്, ലോക സമാധാനമാണ് ഇല്ലാതാവുന്നത്. യുദ്ധത്തിനു ശേഷം പിന്നെയും എത്ര യുദ്ധങ്ങളെയാണ് യുദ്ധം ബാക്കിവെച്ച മനുഷ്യർ നേരിടേണ്ടി വരുന്നത്. അവർ പിന്നെയും എത്ര യുദ്ധങ്ങളാണ് ചെയ്യേണ്ടി വരുന്നത്. വിശപ്പിനോട്, ദാരിദ്ര്യത്തിനോട്, പട്ടിണിയോട്, തൻ്റെ ചുറ്റുപാടുകളോട്, രാത്രിയോട്, പകലിനോട്, ജീവിതത്തിനോട്, മറക്കാത്ത ഓർമ്മകളോട്, കാലത്തിനോട്. ഹേ ലോകമേ, ഇതിലും വലുതല്ല നിങ്ങൾ ചെയ്ത യുദ്ധം. യുദ്ധത്തിനെതിരെ മലയാള കവിത എന്ന മുദ്രാവാക്യവും ഉയർത്തിപ്പിടിച്ച് കവികളുടെ കൂട്ടായ്മയായ കാവിശികയുടെ നേതൃത്വത്തിൽ ഡോക്ടർ സി രാവുണ്ണി നേതൃത്വം വഹിച്ചുകൊണ്ടുള്ള സമാധാന ജ്വാല സമൂഹമാകെ പടരുകയാണ്. ഈ സമാധാന ജ്വാലയിൽ അണിചേർന്നുകൊണ്ട് ലോകത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകൾ ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട്. യുദ്ധം മനുഷ്യരാശിയുടെ മേൽ അഗ്നി വർഷിക്കുമ്പോൾ ഇവിടെ മനുഷ്യർ അക്ഷരങ്ങൾ കൊണ്ട് ലോകത്തിൽ സമാധാന ജ്വാല പടർത്തുകയാണ്. ഇന്നത്തെ ഈ സമാധാന ജ്വാലയ്ക്ക് സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ ഈ സമാധാന ജ്വാലയുടെ അധ്യക്ഷത അലങ്കരിക്കുന്നത് കാവിശിക നേതൃത്വത്തിലുള്ള കവിയും എഴുത്തുകാരിയുമായ അധ്യാപികയുമായ ശ്രീജ വിധു ടീച്ചറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ശ്രീജ ചേച്ചിയെ വളരെയധികം സ്നേഹത്തോടു കൂടി ഇന്നത്തെ ഈ സമാധാന ജ്വാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ പ്രൊഫസറും എഴുത്തുകാരനും കവിയും അതിലുപരി നല്ല പ്രഭാഷകനുമായ പ്രിയപ്പെട്ട ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ സാറാണ്. ബിജു ബാലകൃഷ്ണൻ സാറിനെ വളരെയധികം സ്നേഹാദരവോടുകൂടി ഇന്നത്തെ ഈ സമാധാന ജ്വാലയുടെ തിരി തെളിയിക്കാനായി, ഉദ്ഘാടനം ചെയ്യാനായി വളരെയധികം സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് കാവിശിക കുടുംബാംഗമായ പ്രിയപ്പെട്ട തിയോസിയാണ്. ഗായകനും കാവിശികയുടെ സഹയാത്രികനുമായ തിയോസിയെ വളരെയധികം സ്നേഹത്തോടു കൂടി കാവിശികയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സമാധാന ജ്വാലയിൽ അണിചേർന്ന് കവിതകളും ചർച്ചകളുമായി ഇതിൽ പങ്കുചേരുന്ന എല്ലാ കവി സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലുപരി യുദ്ധത്തിനെതിരെയുള്ള ഈ സമാധാന ജ്വാലയിൽ അണിചേർന്ന നാനാതുറയിലുള്ള മനുഷ്യർക്കും വളരെയധികം നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. എല്ലാവർക്കും